വേടൻ 5 തവണ വാസസ്ഥലത്തെത്തി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോഴും അത് ബലാത്സംഗമായി തോന്നിയില്ല. ഇന്നലെ 7 മണിക്കാണ് അത് മനസ്സിലായത്. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ പാട്ടിനോടും വേഷവിധാനത്തോടും അയാളുടെ ഒന്നിനോടും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്തവരാണ്. അത് തികച്ചും ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായവുമാണ്. ഒരു കൂട്ടം ആളുകൾക്ക് വേടനെയും വേടന്റെ പാട്ടുകളെയും വളരെയേറെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ആരാധകരും വേടനുണ്ട്. ലഹരി ഉപയോഗിച്ച കേസിലും പുലിപ്പല്ല് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള കേസുകൾ വന്നപ്പോഴും അതൊന്നും വേടന്റെ ഇമേജിന് ഒരു കോട്ടവും തട്ടിയില്ല. വേടന്റെ പ്രശസ്തി 10 മടങ്ങ് വർദ്ധിച്ചതേയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ചില സോക്കോൾഡ് പെർഫോമേഴ്സിനെ ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയ വിഷയത്തിലേക്ക് വരാം. റാപ്പർ വേടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കാണിച്ച് ഒരു യുവ ഡോക്ടർ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇന്നലെയാണ് യുവതിയുടെ പരാതി ലഭിച്ചതെന്നും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്നും തൃക്കാക്കര ACP ഷിജു PS പറഞ്ഞു. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 2021 ഇരുവരും പരിചയപ്പെടുന്നത്. കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. വേടന്റെ പാട്ടുകളും മറ്റും ഇഷ്ടമായതോടെ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടുവെന്നും തുടർന്ന് ഫോൺ നമ്പർ പരസ്പരം കൈമാറി എന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് ഒരിക്കൽ വേടൻ കോഴിക്കോട് വന്ന് തന്നെ കാണുകയും താൻ വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിൽ വന്ന് താമസിക്കുകയും അന്നാണ് ആദ്യമായി തന്നെ ബലാത്സംഗം ചെയ്യുന്നത് എന്നും പറയുന്നു. പിന്നീട് വേടൻ പലപ്പോഴും കോഴിക്കോട് എത്തിയിരുന്നുവെന്നും തന്നെ ബലാത്സംഗം ചെയ്തു എന്നുമാണ് പരാതിയിൽ പറയുന്നത്. തനിക്ക് കൊച്ചിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ താമസിച്ചിടത്തും വേടൻ എത്തിയിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. വിവാഹകാര്യങ്ങൾ ഈ ഘട്ടത്തിൽ സംസാരിച്ചതായാണ് യുവതി പരാതിയിൽ പറയുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചും ഏലൂരിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നു. ലഹരി ഉപയോഗിച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തിട്ടുള്ളതായി പരാതിയിൽ കാണിക്കുന്നു. വേടനും സുഹൃത്തുക്കളും തന്റെ ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നും യുവതി പറയുന്നു. കൂടാതെ വിവിധ ആവശ്യങ്ങൾക്കായി 31,000 രൂപ വേടന് നൽകിയിട്ടുണ്ടെന്നും 8,500 രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് പലപ്പോഴായി എടുത്ത് നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. IPC 376 ക്ലോസ് 2 വകുപ്പ് അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പുള്ള സംഭവം ആയതിനാലാണ് ഈ വകുപ്പ് അനുസരിച്ച് കേസെടുത്തത്. തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടന്നതിനാലും യുവതി ഇപ്പോൾ താമസിക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയിലുമായതിനാലാണ് കേസ് അവിടെ എടുത്തത്. തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു. യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് പുലർച്ചെ FIR രജിസ്റ്റർ ചെയ്തത്. 2023 ആയപ്പോഴേക്കും വേടൻ താനുമായി അകലുവാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വേടന്റെ സുഹൃത്തുക്കൾക്കും അറിയാം. അവരോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ യുവതി ഏതാനും പേരുടെ പേരുകളും ആ പരാതിയിൽ പറയുന്നു. പിന്നീട് 2023 താൻ ടോക്സിക്കും പൊസസീവുമാണെന്നും ബന്ധം തുടരുവാൻ കഴിയില്ലെന്നും വേടൻ പറഞ്ഞതായി പരാതിയിലുള്ളത്. പ്രകാരം ഒരു പരാതിയെക്കുറിച്ച് വേടനോട് ഞങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ പറയുന്നത് പരാതി കെട്ടിച്ചമച്ചതും ആസൂത്രിതവുമാണ്, തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. യുവ ഡോക്ടർക്കെതിരെ ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ട്, ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്നാണ്. ഒരു സ്ത്രീ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്രകാരം ഒരു പരാതി നൽകിയാൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ നാട്ടുനടപ്പ്. വേടനും അത് തന്നെ ചെയ്യുവാനാണ് സാധ്യത. യുവതി നൽകിയ പരാതി നന്നായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്ന് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ, ചെറിയ ഒരു പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ IPC 376 ക്ലോസ് 2 ബലാത്സംഗ കുറ്റം ചുമത്തില്ലായിരുന്നു. യുവതിയാണ് ഇൻസ്റ്റാഗ്രാമിൽ വേടനെ ആദ്യമായി അങ്ങോട്ട് വിളിക്കുന്നത്, നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത്. യുവതി അങ്ങോട്ട് വിളിച്ച് സ്ഥലവും ഫ്ളാറ്റിന്റെ അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്, യുവതി ആവശ്യപ്പെട്ടിട്ടാണ് വേടൻ അവിടേക്ക് പോയത്. ആദ്യമായി ചുംബിച്ചപ്പോൾ തന്നെ ഒരടി കൊടുത്ത് അവനെ ഇറക്കിവിടാമായിരുന്നു യുവതിക്ക്. പിന്നീട് ഇവർ ലൈംഗികമായും ബന്ധപ്പെട്ടു എന്ന് യുവതി പരാതിയിൽ പറയുന്നു. അന്ന് കിടന്നു കൊടുത്തപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പ്രായപൂർത്തിയായ യുവതിക്ക് അത് ബലാത്സംഗമാണെന്ന് തോന്നിയതേയില്ല. ഇൻകേസ് അന്ന് എതിർക്കുവാൻ സാധിച്ചില്ല, തൻ്റെ സമ്മതമില്ലാതെ ശാരീരികമായ വേടൻ തന്നെ കീഴ്പ്പെടുത്തിയതാണെങ്കിൽ അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയോ ഒരു പരാതി യുവതിക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പിന്നീട് യുവതി താമസിച്ച എല്ലാ സ്ഥലങ്ങളിലെയും അഡ്രസ്സ് നൽകി വേടനെ വീട്ടിലേക്ക് വിളിക്കുകയും യുവതി നൽകിയ അഡ്രസ്സിൻ പ്രകാരം അവിടെ ചെല്ലുകയും ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുകയുണ്ടായി.
അന്ന് കിടന്നപ്പോഴൊന്നും അത് ബലാത്സംഗമായി യുവതിക്ക് തോന്നിയുമില്ല, പരാതിയും പറഞ്ഞില്ല. അതൊന്നും പോരാഞ്ഞ് പലപ്പോഴായി വേടന് 31,000 രൂപയും കൊടുത്തു എന്ന് പറയുന്നു. പലപ്പോഴായി 8,500 രൂപയുടെ ട്രെയിൻ ടിക്കറ്റുകളും എടുത്തു കൊടുത്തു എന്ന് യുവതി തന്നെ പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതാണ്. അതിനുള്ള തെളിവ് യുവതിയുടെ പരാതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടെ നടത്തിയ ലൈംഗിക വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ബലാത്സംഗ കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കില്ല. പിന്നെ വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസവഞ്ചന കാണിച്ചു എന്ന വിഷയം, ഇത് പ്രായപൂർത്തിയായ ഓരോ യുവതിയും മനസ്സിലാക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു പുരുഷൻ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ശാരീരിക ബന്ധത്തിന് തയ്യാറാകണോ എന്നതാണ്. അവൻ കാര്യം കണ്ടു കഴിയുമ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഒന്നുകിൽ ശാരീരിക ബന്ധം വിവാഹത്തിന് ശേഷം മതി എന്ന നിലപാടെടുക്കണം, അല്ലെങ്കിൽ പരസ്പര താല്പര്യപ്രകാരം ശാരീരികമായി ബന്ധപ്പെട്ട ശേഷം നാളെ ഏതെങ്കിലും ഒരു കാരണത്താൽ ആരുടെയെങ്കിലും തീരുമാനപ്രകാരം പിരിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ബലാത്സംഗ പരാതിയുമായി പോകുന്നത് നിലനിൽക്കുമോ? നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പോകുന്നത് ശരിയാണോ എന്നും ആലോചിക്കുക. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ വേടനോട് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലൈംഗിക പരാതികൾ വരുമ്പോൾ അത് വലിയ ചർച്ചയാകും, വിവാദമാകും. ചിലപ്പോൾ അവൻ അകത്തുമാകും. മാസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ജയിലിൽ നിന്നും ഇറങ്ങും. ഇതിനോടകം ഉണ്ടാകാൻ സാധ്യതയുള്ള സകല ഡാമേജും ഉണ്ടായിട്ടുണ്ടാവും. പോയ മാനം തിരികെ കിട്ടുമോ? ലൈംഗിക ചോദനകൾ മാനുഷികമാണ്. പരസ്പര സമ്മതപ്രകാരം ബന്ധപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞ് ഇത്തരം പരാതികളുമായി വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്രകാരമുള്ള കേസുകളിൽ നിയമം വ്യാഖ്യാനിക്കുന്നതിൽ കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കള്ളക്കേസാണ് ഇപ്രകാരം കൊടുക്കുന്നതെങ്കിൽ കഠിനമായ ശിക്ഷയും ഇത്തരം കള്ളപ്പരാതിക്കാർക്ക് നൽകുവാൻ വ്യവസ്ഥ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.